മുംബൈ ഇന്ത്യൻസിന്റെ അവസ്ഥ എന്താലേ? വേൾഡിലെ എല്ലാത്തരം ടോപ്പ് പ്ലെയേഴ്സും ഉണ്ട്. ബൗളിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും ഓൾറൗണ്ടേഴ്സിന് അത് വേറൊരു സെറ്റ്. എന്നിട്ടും ജയിക്കാൻ പറ്റുന്നില്ല. അല്ല, 264 അടിച്ച ടീം ജയിക്കുന്നില്ല, പിന്നെയാണ് 243. പക്ഷെ എങ്കിലും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? 243 റൺസ് എടുത്തിട്ട് അത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ എന്താണല്ലേ? ബുംറയൊക്കെയുള്ള ഒരു ടീമിനെ കൊണ്ട് അത് സാധിക്കുന്നില്ല. സൗത്ത് ആഫ്രിക്കൻ ഓപ്പണേഴ്സ് സെഞ്ചുറി അടിക്കുന്നത് കൊണ്ടാണ് മുംബൈ തോക്കുന്നതെന്നാണ് പുതിയ കണ്ടുപിടുത്തം. ഞാൻ വെറുതെ പറഞ്ഞാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഡീകോക്ക് സെഞ്ചുറി അടിച്ചു, അതും പാഴായി. ഇന്ന് മിടുക്കൻ റയാൻ റിക്കിൾട്ടൺ സെഞ്ചുറി അടിച്ചു, അതും വേസ്റ്റായി. ആവശ്യത്തിൽ കൂടുതൽ ചേഞ്ചുകൾ വരുത്തി തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് ഇന്ന് ബാറ്റിങ്ങിന് ഇറങ്ങിയത്. ഓപ്പണിങ് അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ നല്ലൊരു സക്സസ് ആയിരുന്നു. റയാൻ റിക്കിൾട്ടൺ പ്ലസ് വിൽ ജാക്സൺ നല്ല കിടിലൻ സ്റ്റാർട്ടാണ് കിട്ടിയത്. പിന്നെ വന്ന സൂര്യകുമാർ യാദവിനെ കൊണ്ടൊന്നും. ഹാർദിക് പാണ്ഡ്യ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. പിന്നെ ഓവറോൾ റിക്കിൾട്ടന്റെ ദിവസമായിരുന്നു. അടിച്ച സ്കോർ സെറ്റ് ചെയ്തു. പിന്നെ ബോളിംഗ് പിടിച്ചാൽ മതി. പക്ഷെ ചേസിങ് സ്റ്റാർട്ട് ചെയ്ത ഹൈദരാബാദ് അവർ ഓൾറെഡി ആ ഒരു ഫ്ലോയിലാണ്. കാരണം പവർ പ്ലേ തന്നെ റെക്കോർഡ് റൺ റേറ്റിന്റെ മേലെ ആക്റ്റീവായിട്ടുള്ളൊരു കൺട്രോൾ ഉണ്ടായി. ഒരിക്കൽ പോലും ഒരു പ്രഷർ അവർക്ക് ഉണ്ടായിട്ടില്ല. തകർച്ച എന്നുള്ള രീതിയിൽ ഒരിക്കൽ പോലും ആ ടീം പോയിട്ടില്ല ഇന്ന് ബാറ്റിങ്ങിൽ. ഇഷാൻ കിഷന്റെ വിക്കറ്റ് പോയി ഫസ്റ്റ് ബോളിൽ തന്നെ. ബട്ട് പിന്നെ വന്നത് ക്ലാസനാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ് ക്ലാസൻ ഈ ഒരു സീരീസിൽ. കാരണം പുള്ളി എല്ലാ മാച്ചും കളിച്ചിട്ടുണ്ട്. എല്ലാ മാച്ചിലും നല്ല അവറേജിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്. ഫീൽഡിങ്ങും കിടിലാണ്. സ്പിന്നിനെ കളിക്കാൻ കഴിയുന്ന ക്ലാസിന്റെ മുന്നിലാണോ നമ്മുടെ അഫ്ഗാനിസ്ഥാന്റെ പേര് എനിക്കറിയില്ല. മുംബ്രക്കൊക്കെ അടി കിട്ടുന്നത് കാണുമ്പോൾ ആക്ച്വലി പറയാച്ച സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ SRH കളിച്ച് ജയിച്ചു. മുംബൈക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?